MSC എൽസ 3 കപ്പൽ മുങ്ങി മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നാശനഷ്ടത്തിൽ നടപടിയുമായി ഹൈക്കോടതി 7 മത്സ്യബന്ധന യാനങ്ങളുടെ ഉടമകൾ നൽകിയ ഹർജിയിൽ MSC മക്കോട്ടോ 2 അറസ്റ്റ് ചെയ്തു. വിഴിഞ്ഞത്തേക്കുള്ള കപ്പൽ തീരം വിടുന്നത് കോടതി വിലക്കിയിട്ടുണ്ട്. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, എന്താണ് കോടതിയുടെ നടപടി വിഷയത്തിൽ? പ്രതീക്ഷ, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. MSC എൽസ 3 കപ്പൽ മുങ്ങിയ ശേഷം അതിലെ ചരക്കുകൾ, കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ വലകളടക്കം മുറിഞ്ഞു പോകുന്നു. നിരവധി പരാതികളാണ് ഉയർന്നു വരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം MSCയുടെ മറ്റൊരു കപ്പൽ ഹൈക്കോടതി അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടിരുന്നു. അതിന്റെ തുടർച്ചയായി 7 മത്സ്യബന്ധന യാനങ്ങളുടെ ഉടമകളാണ് തങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിലെത്തിയത്. തെളിവായി അവർ ഈ വലകൾ കീറിയ ദൃശ്യങ്ങളടക്കമാണ് കോടതിയിലേക്ക് എത്തിയത്. അങ്ങനെ കോടതി അവരുടെ അഡ്മിറാൽറ്റി സൂട്ട് ഫയൽ സ്വീകരിച്ചുകൊണ്ടാണ് MSCയുടെ മക്കോട്ട 2 എന്ന കപ്പൽ തടഞ്ഞു വയ്ക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. നിലവിൽ വിഴിഞ്ഞം തുറമുഖത്താണ് ഈ കപ്പലുള്ളത്. ഈ കപ്പൽ വിടരുത് എന്നാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നത്. ഈ അഡ്മിറാൽറ്റി സൂട്ടിൽ അവർ ആവശ്യപ്പെടുന്നത്, അതായത് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരിക്കുന്ന നഷ്ടപരിഹാരം കെട്ടിവെച്ചാൽ മാത്രമായിരിക്കും ഇനി കപ്പൽ റിലീസ് ചെയ്യുക, അതായത് കപ്പലിന് യാത്ര ചെയ്യാൻ കഴിയുക എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട്